നാനോ പൊറോട്ടയോ ബട്ടർ പനീർ കൂട്ടി കഴിക്കാൻ ആഗ്രഹമുണ്ടോ? റെസ്റ്റോറൻറ്റിലേക്ക് ഓടല്ലേ, നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബട്ടർ പനീർ മസാല, രുചിയാണെങ്കിൽ പറയുകയും വേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള പനീറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട. ബാക്കി ചേരുവകൾ റെഡിയാക്കുമ്പോഴേക്കും നമുക്കിത് കുറച്ച് സമയം വയ്ക്കാം. ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ ബട്ടറും ഇട്ട് കൊടുക്കാം. ഹോം മെയ്ഡ് ബട്ടർ ആയതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകവും ചേർത്ത് കൊടുക്കാം. ചെറിയ 2 സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ആ ബട്ടറിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഒരു കറുവപ്പട്ടയുടെ കഷ്ണം ചേർത്തിട്ടുണ്ട്. 3-4 ചെറിയ ഏലക്കയും ചേർത്തിട്ടുണ്ട്. ഒരു വഴനയിലയും ഒരു വലിയ ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഗ്രാമ്പുവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നിടം വരെ ഇളക്കി കൊടുക്കാമേ. അതിലേക്ക് ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം. ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയ അല്ലി ആയതുകൊണ്ട് അത്ര എടുത്തത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുക്കാമേ. അതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം ഒന്ന് നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ 2 തക്കാളി കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, എങ്കിലേ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പുളിയുള്ള തക്കാളി ആകുമ്പം പുളിരസം മുന്നോട്ട് നിൽക്കും. നമുക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 4-5 ഈ കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 സാധാരണ വറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അധികം തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. അധികം ഫ്രൈ ആയിട്ട് എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം മൊരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. അധികം മൊരിഞ്ഞാൽ അത് ഹാർഡായി പോകുമേ. അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവാള ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം വഴന്നു വരുമ്പോൾ പൊടികൾ ചേർക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ടീസ്പൂൺ അളവിലാണ്. എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കളർ അധികം മാറിപ്പോകരുത്, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം.
ഈ സമയം നമുക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇതിന് ഉറപ്പായും ചേർത്ത് കൊടുക്കണം, എങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളേ. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് നല്ല മണമൊക്കെ വരുന്ന സമയമാണ് കേട്ടോ ഇത്. ഈ സമയം നമുക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം പനീറിലേക്കൊന്ന് പിടിക്കണം. ഇപ്പോൾ കറക്റ്റ് തിക്നെസ്സിലാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കസൂരി മേത്തി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തിയും ഇതിന് ഉറപ്പായും ചേർത്ത് കൊടുക്കണം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടാൻ അത് നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. കുറച്ച് മല്ലിയിലയും കൂടെ തൂങ്ങി കൊടുക്കാം. കുറച്ച് ബട്ടർ കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.